ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഴുത്ത് കറുത്ത് പോയ പഴമൊക്കെ കയ്യിലുണ്ടെങ്കിൽ കളയേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി 4 മണി പലഹാരം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 4 നേന്ത്രപ്പഴം എടുത്തു വെച്ചെങ്കിലും 2 മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 2 നേന്ത്രപ്പഴം തോലൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്കൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കറുത്ത പഴമൊക്കെ നമ്മുടെ കുട്ടികൾ എന്തായാലും കഴിക്കുന്നുണ്ടാവില്ല. അവർക്ക് ആ തോല് കറുത്താൽ പിന്നെ അവർക്ക് വേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ആ നേന്ത്രപ്പഴം ഒന്നും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല. ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൂട് ചായക്കൊപ്പൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി 4 മണി പലഹാരം നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴം ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പാകത്തിന് മധുരം ഉണ്ടാകും. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് അപ്പസോഡയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അതിന് പകരമാണ് കോഴിമുട്ട ഉപയോഗിക്കുന്നത്. കോഴിമുട്ട വേണ്ടാന്നുള്ളവർക്ക് ഇതിലേക്ക് അപ്പസോഡ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളമോ പാലോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് അടിച്ചെടുക്കുക. അഥവാ നേന്ത്രപ്പഴത്തിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോഴും ടേസ്റ്റിയാണ്. ഞാൻ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ഫ്രഷായിട്ട് ചിരകി എടുത്തിട്ടുള്ള 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കിസ്മിസാണ് ചേർത്ത് കൊടുക്കുന്നത്, റൈസിൽസ്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതാണ്. കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് എന്തെങ്കിലും നട്ട്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതെല്ലാം നമുക്ക് നമ്മുടെ സ്നാക്കിന് ടേസ്റ്റ് കൂട്ടുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് നട്ട്സൊന്നും ഇല്ല, അപ്പോൾ ഞാൻ റൈസിൽസ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി ഇതിലേക്ക് ഒരു 3/4 ഭാഗം ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കി മാവ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ബാക്കി നമ്മൾ എടുത്തിട്ട് വെച്ചിട്ടുള്ള ബാക്കി മാവ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിന് ശേഷം നമുക്കിത് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ ആ ഒരു വിസ്കിൻ്റെ ഉള്ളിൽ മാവ് കുടുങ്ങിയിട്ട് പോരുന്നില്ല. അപ്പോൾ ഒരു ചെറിയൊരു വിസ്ക് ആയതുകൊണ്ടാണ് മാവ് അതിൻ്റെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കൈ കൊണ്ടൊക്കെ അതൊന്ന് വേർപിടിച്ചെടുക്കാം. റൈസിൽസൊക്കെ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയതാണ്. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ നേന്ത്രപ്പഴം അടിച്ചെടുത്ത ആ നേന്ത്രപ്പഴത്തിൻ്റെ നനവിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാവുന്നതാണ്. എൻ്റെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം തോന്നുന്നുണ്ടാകും. അപ്പോൾ ഞാൻ കുറേ ദിവസം വീഡിയോ ഇടാതിരുന്നത് അന്ന് പനിയും ജലദോഷം കഫക്കെട്ട് ചുമയൊക്കെ ആയിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോഴും ശരിക്കും മാറിയിട്ടില്ല. അതുകൊണ്ടാണ് സൗണ്ടിന് എന്തോ ഒരു ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തോന്നുന്നത്. എൻ്റെ സൗണ്ട് ഇങ്ങനെ അടച്ചടച്ച് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന നേന്ത്രപ്പഴമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതേ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ കൈ ഒന്ന് കഴുകിയിട്ട് വരാം. ഇപ്പോൾ അതേ കൈയെല്ലാം കഴുകി വന്നിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചൂടാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കൈകൊണ്ട് കൈയൊന്ന് നനച്ചതിന് ശേഷം നേന്ത്രപ്പഴം ആയതുകൊണ്ട് കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ കൈയൊന്ന് നനച്ചതിന് ശേഷം കുറച്ച് കൈ കൊണ്ട് ഇതേപോലെ എടുത്തിട്ട് ഉരുട്ടിയിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് കോരിയിട്ടാണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. മുട്ട ചേർത്തത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒന്ന് വീർത്ത് വരും കേട്ടോ.
ഏലക്കപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ മുട്ടയുടെ മണമൊന്നും ഉണ്ടാവില്ല. ഇനി മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ അപ്പസോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ നമുക്ക് എല്ലാം അതും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇട്ട വഴിക്ക് തന്നെ ഇളക്കാൻ നിൽക്കരുത്. ഒരു ഭാഗം ആവണം. അതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത് കേട്ടോ. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉള്ളു വേകില്ല. പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ലൊരു ബ്രൗൺ കളർ വരും, ഉള്ളു വേകാതെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലോ അതിനൊരല്പം താത്തി വെച്ചിട്ടോ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ, അങ്ങനെയൊന്നും പേടിക്കേണ്ട. എണ്ണയൊന്നും കുടിക്കാത്ത നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. ഒരുപാട് ചേരുവകളൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതെല്ലാതും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന നേന്ത്രപ്പഴം കൊണ്ടുള്ള ഈ ഒരു അടിപൊളി സ്നാക്ക് എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലേക്കും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.